സിനിമ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? പക്ഷെ 40ഓളം സിനിമകൾ ഒരു 4 ദിവസത്തിനുള്ളിൽ കാണാനുള്ളൊരു ഓഫർ നിങ്ങൾക്ക് കിട്ടിയാലോ? ഉറപ്പായിട്ട് നമ്മളെല്ലാവരും പോയി കാണും അല്ലേ? അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പസിൽ 4 ദിവസത്തേക്ക് നടന്ന ഒരു പ്രോഗ്രാമാണ് IFF ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. 4 ദിവസത്തിൽ ഏകദേശം 40ഓളം സിനിമകൾ, ഇൻ്റർനാഷണൽ ഫിലിംസ്, മലയാളവും എല്ലാ ലാംഗ്വേജും ഉൾപ്പെടും. അതുപോലെ രാത്രി 12 മണിക്ക് സ്പെഷ്യൽ ഷോയും. ഇനാഗുറേഷൻ്റെ അന്ന് ഞാനും ജുമേലയും കൂടെ എടുത്ത വീഡിയോ ആണ്. ആ മാല ശ്രദ്ധിക്കാൻ അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേ. അത് തന്നെയായിരിക്കും വീഡിയോയുടെ ഹൈലൈറ്റ് എന്നും അവൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ട്, ഇടബലം നോക്കാതെ ചെയ്തിരിക്കും. 2 സ്ക്രീനിലായിട്ടായിരുന്നു സിനിമ ഉണ്ടായിരുന്നത്. ആ പരിസരം മൊത്തം അങ്ങ് കളറായി കണ്ടോ. ഈ അലങ്കാരപ്പണികളെല്ലാം സ്റ്റുഡൻസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ടിക്കറ്റ് കമ്മിറ്റിയിൽ നോമും ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ കുറച്ച് ദിവസം ഓടി നടന്ന ടിക്കറ്റൊക്കെ വിറ്റു. ക്യാമ്പസിലെ പിള്ളേർക്ക് മാത്രമല്ല, പുറത്തുനിന്നുള്ളവർക്കും സ്റ്റാഫിനും എല്ലാവർക്കും വന്ന് കാണാം. എനിക്ക് ഡ്യൂട്ടി ഇട്ട ദിവസത്തെ പണിക്ക് വേണ്ടി ഞാൻ പോവുകയാണ്. കാർഡൊക്കെ ഉണ്ട്. ഇതും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 10 പ്രഹസനം. ആഹാ, അന്തസ്. ഒരു ഷോ തുടങ്ങിയ സമയമായിരുന്നു, അതുകൊണ്ട് പിന്നെ ടിക്കറ്റ് പുതുതായിട്ടൊന്നും കൊടുക്കേണ്ടി വന്നില്ല. പണിയെടുക്കാൻ മടിയുള്ളവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലേ ഈ ഒരു പ്രവണത. ഇതിൻ്റെ ഇടയിൽ എൻ്റെ പഴയ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് വന്നിട്ട് എടുത്ത വീഡിയോ ആണിത്. ചുമ്മാ രസം, എന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, അതുകൊണ്ട് അതങ്ങ് ആഡ് ചെയ്തു. ടിക്കറ്റ് എടുക്കാത്തവരെ ചുറ്റിക്ക് വെച്ച് തലക്കടിച്ച് പേടിപ്പിക്കുമെന്നാണ് ആ മുദ്രയിലുള്ളത്. വെറുതെ ആണേ. പിന്നെ വൈകിട്ട് ടോക്ക് ഉണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. അടുത്ത ഷോയുടെ ടിക്കറ്റൊക്കെ വിറ്റു. പിന്നെ രാത്രി കണ്ടോ, രാത്രിയിൽ ലൈറ്റിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഇതാണ്, അടിപൊളിയല്ലേ. അങ്ങനെ പിന്നെ രാത്രി ഫുഡ് കഴിക്കാൻ പോയി, തിരിച്ച് വന്നു. ഇതായിരുന്നു ലാസ്റ്റ് ദിവസത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. കണ്ടോ, ടാഗൊക്കെ ഇട്ട് ആറ്റിറ്റ്യൂഡ്. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ചു സ്ക്രീൻ 2 പോയിട്ട് എന്താ അവിടെ നടക്കണേന്ന്. പിന്നെ സിനിമ പ്രദർശനം നടക്കുന്നിടത്ത് പിന്നെ സിനിമയല്ലാതെ വേറെ എന്താ നടക്കുക? ഓരോരോ മണ്ടത്തരങ്ങളെ അതങ്ങ് ചെയ്യുകയും ചെയ്യും. നോക്കണേ. അങ്ങനെ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞു. അതിൻ്റെ സമാപന സമ്മേളനമായിരുന്നു. വൈകിട്ട് മ്യൂസിക് ബാൻഡിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.